എല്ലാവർക്കും നമ്മുടെ ടെക് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. JBL Flip 6, Partybox 710, Partybox 110 എന്നിങ്ങനെ 3 പോർട്ടബിൾ സ്പീക്കേഴ്സ് JBL ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് 6നെ കുറിച്ച് പറയുവാണെങ്കിൽ ഡ്യുവൽ പാസീവ് റേഡിയേറ്ററും കൂടാതെ റേസ് ട്രാക്ക് ഷേപ്ഡ് വൂഫേഴ്സും അതേപോലെ തന്നെ ബെറ്റർ ഹൈ ഫ്രീക്വൻസി എക്സ്റ്റൻഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ട്വീറ്ററൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ കൂടെ ലഭ്യമാകുമെന്നുള്ളതാണ്. 12 hours ആണ് പ്ലേ ബാക്ക് ടൈം കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1ഉം IP67 ഒരു വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് സർട്ടിഫൈഡ് ഒക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഫ്ലിപ്പ് 6ന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഫ്ലിപ്പ് 3 ആണ്. 4 വർഷമായി ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 വർഷമായിട്ട് ഇടയ്ക്ക് പാട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റീസ്റ്റാർട്ട് ആകും എന്നുള്ളൊരു പ്രശ്നമല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലിപ്പ് 6 വാങ്ങിച്ചാൽ നമുക്ക് വർത്ത് ബൈങ് ആകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നവംബറിൽ ഫസ്റ്റ് സെയിലിനെത്തുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂറോ കണക്ക് നോക്കുകയാണെങ്കിൽ 139 രൂപയാണ്. ഇന്ത്യൻ റേറ്റ് 12,000 രൂപയും അതുപോലെ തന്നെ US-ലാണെങ്കിൽ $125.95 ആയിരിക്കും. 9,500 രൂപ അടുപ്പിച്ചിട്ടാണ് ആ ഒരു US-ലെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ JBL Partybox 710 കൂടാതെ JBL Partybox 110. 710-ൽ 800 watts ഔട്ട്പുട്ട് ആണ്. അതായത് ഒരു ഉത്സവപ്പറമ്പ് പ്രതീതി ഉണ്ടാക്കും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ആ ഒരു ഔട്ട്പുട്ട്. അതേപോലെ തന്നെ Partybox 110 എന്ന് പറയുമ്പോഴത്തേക്ക് 160 watt ഔട്ട്പുട്ടാണ്. ഒരു അത്യാവശ്യം വലിയൊരു റൂമിനകത്ത് ഭയങ്കര ഒരു ഹോം തിയേറ്റർ ഫീൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു 160 watt ഔട്ട്പുട്ടിൽ നിന്നുള്ളതാണ്. USB ആൻഡ് ബ്ലൂടൂത്ത് ഇൻപുട്സ് നമുക്കതിൽ ലഭ്യമാണെന്നുള്ളതാണ്. കൂടാതെ ഇതിൽ ഈ ഒരു പാർട്ടി ബോക്സ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരു LED ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു മ്യൂസിക്കിന് സിങ്ക് ആയിട്ട് ആ ഒരു LED ആനിമേറ്റ് ചെയ്യുന്നുള്ളതും അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടി രാത്രിയൊക്കെ ഉള്ളൊരു പാർട്ടി ആ ഒരു പാർട്ടി മൂഡ് കുറച്ചുകൂടി എന്താ പറയുക അപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പാർട്ടി ബോക്സ് 710 ഒക്ടോബറിൽ ലോഞ്ച് ആകും കേട്ടോ. 749 യൂറോ ആയിരിക്കും. 64,900 രൂപയ്ക്ക് അടുപ്പിച്ച് നമ്മുടെ ഇന്ത്യൻ റേറ്റ്. കൂടാതെ US-ലാണെങ്കിൽ $799.95 ആയിരിക്കും. 58,400 രൂപയായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ റേറ്റ് നോക്കുവാണെങ്കിൽ. പാർട്ടി ബോക്സ് 110 ആണെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. യൂറോ കണക്ക് നോക്കുവാണെങ്കിൽ 359 യൂറോസ് ആണ്. 31,000 രൂപ അടുപ്പിച്ചിട്ടും US-ൽ നോക്കുകയാണെങ്കിൽ $399.95 29,100 രൂപ അടുപ്പിച്ചിട്ടുമാണ് US-ൽ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ US നിന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം എന്നുള്ളത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ JBL-ന്റെ Quantum 350 ഗെയിമിംഗ് ഹെഡ്സെറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. 40mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഡിറ്റാച്ചബിൾ മൈക്കാണ്. നമുക്ക് മൈക്ക് ഊരിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 22 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈമും കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് 5 minutes ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 മിനിറ്റും ആ ഒരു പ്ലേ ബാക്ക് ടൈം ലഭ്യമാകും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ ഹെഡ്ഫോൺ USB ചാർജർ യൂസ് ചെയ്തുകൊണ്ട് USB കേബിൾ യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 119 യൂറോയാണ്. അതായത് ഒരു 10,300 രൂപ അടുപ്പിച്ചിട്ടും അതേപോലെ തന്നെ US-ലാണെങ്കിൽ $99.95 ആണ്. അതായത് ഒരു 7,200 രൂപ അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ കുറച്ച് TWS ആണ്. JBL Reflex Flow Pro 3 മൈക്കാണ് ഒരു ഇയർബഡിൽ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ ANC ആ ഒരു അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0ഉം അതുപോലെ തന്നെ QI കോമ്പാറ്റബിൾ വയർലെസ് ചാർജിങ്ങും നമുക്കിതിൽ സപ്പോർട്ട് ആവുന്നുള്ളതാണ്. 8 hours സിംഗിൾ ചാർജിൽ നമ്മൾ ANC ഓൺ ആക്കിയാൽ കിട്ടും. അതുപോലെ തന്നെ 10 മണിക്കൂർ സിംഗിൾ ചാർജ് ANC ഓഫ് ആയാൽ ലഭ്യമാകും എന്നുള്ളതാണ്. കൂടാതെ 20 മണിക്കൂർ ബാക്കി പ്ലേ ബാക്ക് ടൈം നമ്മുടെ ആ ഒരു കേസിൽ നിന്നും ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ടോട്ടൽ പ്ലേ ബാക്ക് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 30 മണിക്കൂർ കിട്ടും. ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 മിനിറ്റ് പ്ലേ ടൈം ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയുടെ കൂടെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. IP68 സർട്ടിഫൈഡ് ആണ് കേട്ടോ. ബ്ലാക്ക്, ബ്ലൂ, പിങ്ക്, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്കത് ലഭ്യമാവുക. യൂറോ റേറ്റ് നോക്കുകയാണെങ്കിൽ 179 യൂറോ അതായത് 15,500 രൂപയും US-ൽ $179.95 13,100 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ JBL Tune 130NC, Tune 230NC അവരുടെ തന്നെ 125NCക്കും 225NCക്കും ശേഷം ആ ഒരു വിജയത്തിന് ശേഷം ഇറക്കുന്ന 2 പ്രോഡക്റ്റുകളാണ് ഈ ഒരു 130 അതുപോലെ തന്നെ 230. രണ്ടും തന്നെ സെയിം ആണ് ആ ഒരു സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ. ANC സപ്പോർട്ട് ആണ്. കൂടാതെ IPX4 റേറ്റഡ് ആണ്. ബ്ലൂടൂത്ത് വേർഷൻ വന്നത് 5.2 ആണ്. 4 മൈക്കൊക്കെയാണ്. അതേപോലെ തന്നെ 8 hours സിംഗിൾ ചാർജിൽ നമുക്ക് ANC ഓൺ ആക്കിയിട്ട് കിട്ടും. ആ സമയത്ത് നമുക്ക് 24 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ലഭ്യമാകുന്നു. 10 hours ആ ഒരു ANC ഓഫ് ആക്കിയിട്ട് നമുക്ക് പ്ലേ ബാക്ക് ടൈം സിംഗിൾ ചാർജിൽ കിട്ടുമ്പോഴത്തേക്ക് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. 10 minutes ജസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 60 മിനിറ്റ് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയോട് കൂടിയിട്ടും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ആകെ ഉള്ള വ്യത്യാസം ഈ 2 പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ 230-ൽ സ്റ്റെം
ഡിസൈൻ ആണെങ്കിൽ മറ്റേതിനകത്ത് 130ലാണെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്ഡ് കോമ്പാക്ട് ഡിസൈൻ ആയിരിക്കും എന്നുള്ളതാണ്. 230 നോക്കുകയാണെങ്കിൽ 5.8 mm ഡ്രൈവേഴ്സും 130 നോക്കുകയാണെങ്കിൽ 10 mm ഡ്രൈവേഴ്സും ആയിരിക്കും നമുക്ക് ലഭ്യമാവുക എന്നുള്ളതാണ്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിൽ ഈ 2 പ്രോഡക്റ്റുകളും കിട്ടും. നിങ്ങൾക്ക് ഏതാണ് സ്റ്റെം ആണെങ്കിൽ സ്റ്റെം ടൈപ്പ് വാങ്ങിക്കുക, അതല്ല നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് ഷേപ്ഡ് കോമ്പാക്ട് സൈസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒക്ടോബർ 17 ഫസ്റ്റ് സെയിലിനെത്തും. ഏതിനായാലും സെയിം റേറ്റ് ആണ്. യൂറോ നോക്കുവാണെങ്കിൽ 99 യൂറോയും 8,500 രൂപ അടുപ്പിച്ചിട്ട്, US-ലാണെങ്കിൽ $99.95 7,200 രൂപ അടുപ്പിച്ചിട്ടായിരിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ യൂട്യൂബിൽ 50 മില്യൺ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. 6 വർഷത്തിനിടയ്ക്കാണ് ഈ ഒരു 50 മില്യൺ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും യൂട്യൂബിന് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിളിന്റെ ഐപാഡ് മിനി ഒക്ടോബറിലായിരിക്കും ലോഞ്ച് ആവുക. സെപ്റ്റംബറിൽ iPhone 13 കൂടെ ലോഞ്ച് ആകുമെന്ന് പറഞ്ഞിരുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്നാൽ ഇപ്പോൾ റൂമർ കേൾക്കുന്നത് ഒക്ടോബറിലായിരിക്കും എന്നുള്ളതാണ്. ഐപാഡ് എയറിൻ്റെ സെയിം ഡിസൈൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഐപാഡ് മിനിയിൽ ലഭ്യമാവുക. കൂടാതെ 7.9 ഇഞ്ച് ഇപ്പോൾ ഉള്ള ഈ ഒരു എയർ മിനിക്ക് ഇനി ലഭ്യമാകാൻ പോകുന്നത് 8.3 ഇഞ്ച് ആയിരിക്കും എന്നുള്ളതാണ്. A15 ബയോണിക് പ്രോസസ്സറൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ റാമോട് കൂടിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ലഭ്യമാവുക എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു റൂമർ എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ ഒക്ടോബറിൽ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ലെനോവോയുടെ Ideapad Slim 5 Pro ലോഞ്ച് ആയിട്ടുണ്ട്. 14 ഇഞ്ച് വിത്ത് ആ ഒരു 2.2K റെസൊല്യൂഷനോടെ കൂടിയിട്ടാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുക. കൂടാതെ 16 ഇഞ്ചിൻ്റെയും നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. 77,990 രൂപയാണ് ആ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. 11th ജനറേഷൻ ഇന്റലും അതുപോലെ തന്നെ റൈസന്റെ പ്രോസസ്സറുകളൊക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പുകളിൽ വരുന്നത്. അതേപോലെ തന്നെ വിൻഡോസ് 10 ആണെങ്കിൽ നമുക്ക് വിൻഡോസ് 11ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഓഫർ നോക്കുവാണെങ്കിൽ ആമസോണിൽ ഹോം ഷോപ്പിംഗ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4th മുതൽ 10th വരെ ഉണ്ട്. അപ് ടു 70% ഓഫ് ഈ ഒരു ഹോം ബേസ്ഡ് പ്രോഡക്റ്റുകൾക്ക് എന്നുള്ളതാണ്. ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ഗാലക്സി C Fold 3യും അതുപോലെ തന്നെ ഫ്ലിപ്പ് 3 5Gയും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിന്ത്രയിൽ നോക്കുവാണെങ്കിൽ പേഡേ സെയിൽ നാളെ 5th വരെ ഉള്ളൂ. നാളെ അപ്പോൾ അവസാനിക്കുവാണ് ഈ ഒരു പേഡേ സെയിൽ എന്ന് പറയുന്നത്. ഇനി എജിയോയിൽ നോക്കുവാണെങ്കിൽ എജിയോ മാനിയ സെയിൽ എന്ന് പറഞ്ഞിട്ട് 2nd മുതൽ 6th വരെ ഉള്ളൊരു സെയിലാണ്. 50% മുതൽ 90% വരെ വിലക്കിഴിവിൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടെക് നോട്ട്സിന്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടായിരുന്നത് ഇത്ര മാത്രമാണ്. ഇന്ന് വൈകിട്ട് 7:30 അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.